ആയിരക്കണക്കിന് സമരങ്ങളുടെ ചരിത്ര പാരമ്പര്യമുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് സമരം ചെയ്യുന്ന യുവാക്കളെ, നാളത്തെ തലമുറയെ ഒരു ഭരണകൂടം എങ്ങനെയാണ് വേട്ടയാടുന്നത് എന്നുള്ളതാണ് ഇന്നിപ്പോഴത്തെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും. സമരങ്ങളെ, അതുപോലെ തന്നെ യുവജനങ്ങളെ, യുവാക്കളെ, സ്ത്രീകളെ, കുട്ടികളെ അടക്കം ഇവർ എങ്ങനെയാണ് വേട്ടയാടുന്നത് എന്നുള്ളത്. രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളെയും അതുപോലെ തന്നെ കേന്ദ്ര ഭരണകൂടത്തെയും ഒരേ സമയം കടുത്ത ആശങ്കയിലും ഒപ്പം അത്യന്തം അത്ഭുതത്തിലുമൊക്കെ നിർത്തിയിരിക്കുന്ന വാർത്തകളാണ് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ ഡൽഹിയിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭത്തെ കായികമായും പോലീസിനെ ഉപയോഗിച്ചും അടിച്ചമർത്താൻ കേന്ദ്ര ഭരണകൂടവും പോലീസും ചേർന്ന് എന്തൊക്കെ വഴികൾ നോക്കിയിട്ടുണ്ടോ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ജനകീയ മുന്നേറ്റം ദിവസങ്ങൾ കഴിയുന്തോറും കൂടുതൽ രൂക്ഷമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കൂടിയാണ്. ഡൽഹി പോലീസ് ലാത്തിചാർജ് നടത്തി, കണ്ണീർ വാതകം ഉപയോഗിച്ചു, പ്രക്ഷോഭകരുടെ സമരപ്പന്തലുകൾ തല്ലിപ്പൊളിച്ചു, അതിർത്തിയിൽ ബാരിക്കേഡുകൾ വെച്ച് പൂർണ്ണമായും അടച്ചു വെച്ചു. ഒപ്പം ഈ ലാത്തിയിൽ ആണി അടിച്ചുകൊണ്ട് ആണി കൊണ്ട് ഉപയോഗിച്ച ആ ലാത്തി കൊണ്ട് ഈ പറഞ്ഞ യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചു. ജനകീയ നേതാക്കളെയും രാഷ്ട്രീയ പ്രമുഖരെയും അറസ്റ്റ് ചെയ്തു തുടങ്ങി എന്തൊക്കെ അടിച്ചമർത്തലുകൾ നടപടി സ്വീകരിച്ചിട്ടും സമരത്തിന്റെ തീവ്രതയ്ക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കാണാതിരുന്നു കൂടാ. അതായത് ഭരണകൂടം ഓരോ തവണയും തന്ത്രങ്ങൾ മെനഞ്ഞ് ഈ പ്രക്ഷോഭം അവസാനിച്ചു, സമരക്കാരെ മുഴുവൻ ഞങ്ങൾ തല്ലി ഓടിച്ചു എന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഇതെല്ലാം ആവർത്തിച്ച് പറയുമ്പോഴും അവകാശപ്പെടുമ്പോഴും തൊട്ടടുത്ത ദിവസം മുമ്പത്തേക്കാൾ രണ്ടിരട്ടി ശക്തിയോടെയും വലിയ ജനപങ്കാളിത്തത്തോടെയുമാണ് വിദ്യാർത്ഥികളും ജനങ്ങളും തെരുവിലേക്ക് ഇരച്ചെത്തുന്നത്. സമാധാനപരമായി തുടങ്ങിയ ഒരു സമരം പോലീസിനെ വിട്ട് തല്ലി തോൽപ്പിക്കാമെന്ന് വിചാരിച്ച കേന്ദ്ര സർക്കാരിൻ്റെയും സംഘപരിവാർ കേന്ദ്രങ്ങളുടെയും എല്ലാ കണക്കുകൂട്ടലുകളും തികച്ചും പിഴയ്ക്കുന്ന കാഴ്ചകളാണ് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ പറയേണ്ടിയിരിക്കുന്നു. വെറും 4-5 ദിവസങ്ങൾ കൊണ്ട് BJPയുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിനേക്കാളും കൂടുതൽ ഫോളോവേഴ്സിനെ നേടി തരംഗമായൊരു ജനകീയ കൂട്ടായ്മ. ഒടുവിൽ കഴിഞ്ഞ 14 വർഷത്തിനിടയിൽ രാജ്യ തലസ്ഥാനം കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമായി മാറി ഭരണകൂടത്തിൻ്റെ ഉറക്കം കെടുത്തുന്നുണ്ടെങ്കിൽ അതേ പിന്നിലെ ജനരോഷം എന്താണെന്ന് നമ്മൾ ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് എന്തുകൊണ്ടാണ് ഭരണകൂടം ഈ സമരത്തെ, അല്ലെങ്കിൽ ഒരു സമരത്തെ ഇത്രയധികം ഭയപ്പെടുന്നത് എന്നുള്ളതാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുമ്പ് സമരക്കാരായ വിദ്യാർത്ഥികളെ പാറ്റകളെന്ന് ഉപമിച്ചതിൽ പ്രതിഷേധിച്ച്, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സായ തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികളെ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ, മാധ്യമ പ്രവർത്തകരെയൊക്കെ പാറ്റകളായി ഉപമിച്ചതിൽ പ്രതിഷേധിച്ച് അഭിജിത്ത് ദീപ്കയുടെ നേതൃത്വത്തിൽ സോഷ്യൽ മീഡിയയിൽ തുടക്കമിട്ട കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന കൂട്ടായ്മ നീതി തേടി ഡൽഹിയിലേക്ക് എത്തുമ്പോൾ വെറുമൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം മാത്രമായിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ആദ്യം കരുതിയത്. എന്നാൽ ആ എല്ലാ ധാരണകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പഞ്ചാബിൽ നിന്നുള്ള സിഖ് സമൂഹം അടക്കം രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇവർക്ക് പിന്തുണയുമായി കർഷക സംഘടന അടക്കം രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള സാധാരണക്കാരും വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി സമരപ്പന്തലേക്ക് ഒഴുകിയെത്തിയതോടെ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു. ഇത് വെറുമൊരു സമരമല്ല, ഭരണകൂടത്തിനെതിരെയുള്ള മഹാപ്രക്ഷോഭമാണെന്ന് ഉറപ്പായതോടെയാണ് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്ക് ഈ സമരത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹം അവിടെ എത്തി അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിക്കുകയും ആ സമരം 20 ദിവസത്തിലധികം മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ തന്നെ ഭരണകൂടത്തിന് കാര്യങ്ങൾ പിടിവിട്ടു പോവുകയാണെന്ന് വ്യക്തമായി മനസ്സിലാകുന്നു. സമാധാനപരമായി സമരം ചെയ്തതിൻ്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കാനോ വിഷയത്തിൽ വ്യക്തത വരുത്താനോ തയ്യാറാകാതിരുന്ന കേന്ദ്ര ഭരണകൂടം സംസദ് ചലോ എന്ന പ്രക്ഷോഭത്തിന് തൊട്ട് മുമ്പ് പോലീസിനെ വിട്ട് സോനം വാങ്ചുക്കിനെ, അതായത് വെള്ളത്തുണി കൊണ്ട് മറച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലോ ഒരാളുടെ മുന്നിലും ക്യാമറകളെല്ലാം മറച്ചുകൊണ്ട് സോനം വാങ്ചുക്കിനെ ബലമായി സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റുക കൂടി ചെയ്തു. എന്നാൽ അവിടെ കിടന്നും ഞാൻ സമരം തുടർന്ന് പ്രഖ്യാപിച്ച വാങ്ചുക്കിൻ്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതി ഇടപെട്ടാണ് അദ്ദേഹത്തെ മെദാന്ത ആശുപത്രിയിലേക്ക് മാറ്റിയത്. നിലവിൽ പ്രധാന റോഡുകളും മെട്രോ സ്റ്റേഷനുകളും കവാടങ്ങളും എല്ലാം അടയ്ക്കുകയും അതിർത്തികളിൽ കനത്ത ബാരിക്കേഡുകൾ ഉയർത്തുകയും ചെയ്തതോടെ ഡൽഹി പൂർണ്ണമായ ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് കാണാനും സാധിക്കും. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിലെ രാഷ്ട്രീയ വശങ്ങൾ കൂടിയാണ്. സമരക്കാരുടെ മേൽ അതിക്രമങ്ങൾ ശക്തമായതോടെ തുടക്കത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും നിശബ്ദതയെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി എവിടെ പോയി ഒളിച്ചിരിക്കുകയാണെന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് കടുത്ത ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും ഈ പ്രതിഷേധവും സമ്മർദ്ദവും കൃത്യമായി തിരിച്ചറിഞ്ഞ്
പാർലമെന്റ് സമ്മേളനത്തിന്റെ രണ്ടാം ദിനം കേന്ദ്ര ഇന്റലിജൻസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവരെ വെട്ടിച്ച് പെട്ടെന്നാണ് രാഹുൽ ഗാന്ധി നേരിട്ട് പ്രക്ഷോഭ നഗരിയിലേക്ക് എത്തുന്നത്. വോങ്ചുങ്ങിന്റെ നിർബന്ധിത ആശുപത്രിവാസത്തിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ചെയ്യുന്ന, അതായത് ആ സ്ഥിതി ചെയ്യുന്ന ലോക് കല്യാൺ മാർഗിലേക്ക് കുത്തിയിരിപ്പ് സമരം നടത്തിയ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ, അഖിലേഷ് യാദവ്, VD സതീശൻ എന്നിവരെ പോലും കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇവിടെ VD സതീശൻ പിന്നീട് കേരളത്തിലേക്ക് പോകുന്നെങ്കിലും ബാക്കിയുള്ള കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം, തെരുവിലൂടെ രാഹുൽ ഗാന്ധിയെ വലിച്ചിഴക്കുന്ന സാഹചര്യമുണ്ടായി. അതുമാത്രമല്ല, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കേരള മുഖ്യമന്ത്രി VD സതീശൻ, കൊടിക്കുന്നിൽ സുരേഷ് MP, KC വേണുഗോപാൽ, PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ, അങ്ങനെ തുടങ്ങി ജനപ്രതിനിധികളും മുഖ്യമന്ത്രിമാരും യാതൊരു ജനാധിപത്യ മര്യാദയും പാലിക്കാതെ പോലീസ് കഴുത്തിന് കുത്തിപ്പിടിച്ച് നിലത്തിലൂടെ വഴിച്ചിരിച്ചുമൊക്കെയാണ് ഇടിവണ്ടിയിലേക്ക് കയറ്റിയത്. പോലീസിന്റെ മർദ്ദനത്തിൽ രാഹുൽ ഗാന്ധിയുടെ മൂക്കിന് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെ സംഘപരിവാർ സൈബർ ഗ്രൂപ്പുകളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളിയും വെടിവെച്ച് കൊല്ലണമെന്ന ആഹ്വാനങ്ങളും നടക്കുന്നത് നാം കാണാതിരുന്നുകൂടാ. സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർലമെന്റിൽ കറുത്ത വസ്ത്രമണിഞ്ഞെത്തിയ പ്രതിപക്ഷ MPമാർ കടുത്ത പ്രതിഷേധമുയർത്തുകയും സഭ പൂർണ്ണമായി തടസ്സപ്പെടുത്തുകയും ചെയ്തു. സമാജ്വാദി പാർട്ടി MP ഡിംപിൾ യാദവ് പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ആംബുലൻസും വൈദ്യസഹായവും ഉറപ്പാക്കി ഇപ്പോഴും രംഗത്തുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തങ്ങൾക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളെ മറികടക്കാൻ ഭരണകൂടവും സംഘപരിവാറും സ്ഥിരമായി പ്രയോഗിക്കുന്ന വിദേശ ഫണ്ട്, വർഗീയ ലേബലുകൾ, പാകിസ്ഥാൻ ചാപ്പ, അതുപോലെ തന്നെ ബംഗ്ലാദേശ് ചാപ്പയൊക്കെ തന്നെയാണ് ഇവിടെയും എടുത്തു വീശുന്നത് എന്നുള്ളതാണ്. സൗനം വാങ്ചുക്കിന് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നും CJP നേതാവ് അഭിജിത് ദീപ്കെ, പ്രശസ്ത യൂട്യൂബർ ധ്രുവരാത്തി, അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള അവതാരക രഞ്ജിനി ഹരിദാസ് തുടങ്ങിയവരൊക്കെ വിദേശത്ത് നിന്ന് പണം വാങ്ങിയാണ് സംസാരിക്കുന്നതെന്നുള്ള BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന്റെയും IT സെല്ലുകളുടെയും അധിക്ഷേപങ്ങൾ കണ്ട് ജനങ്ങൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം രാജ്യത്തിനുള്ളിൽ നിന്നും ആരെങ്കിലും വിദേശ ഫണ്ട് വാങ്ങി കലാപം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരെ പിടികൂടാൻ തങ്ങളുടെ ഭരണ സംവിധാനത്തിന് സാധിക്കാത്തത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരാജയമല്ലേ എന്ന് ജനങ്ങൾ തിരിച്ചു ചോദിക്കുക കൂടിയാണ്. അയോധ്യയിലെ സ്വർണ്ണക്കൊള്ളയിൽ കുറ്റക്കാരായ മൗനം പാലിക്കുന്ന BJP സ്വന്തം ഭാവിക്ക് വേണ്ടി അഹിംസയുടെ മാർഗത്തിൽ പാട്ടം പാടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം അഴിച്ചുവിടുന്നത് വലിയ ഇരട്ടത്താപ്പല്ലാതെ മറ്റെന്താണ്? എന്നാൽ ഇതുകൊണ്ടൊന്നും സമരം തളരില്ല എന്ന് മാത്രമല്ല, സ്വന്തം മക്കളുടെ ഭാവിയോർത്ത് BJP RSS കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പാർട്ടി നിലപാടുകളെല്ലാം തള്ളി സമരരംഗത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. തമിഴ്നാട്ടിലെ BJP നേതാവ് അണ്ണാമലൈ ഭരണകൂട നിലപാടുകളോട് പൂർണ്ണമായി യോജിക്കാത്തതും ഇവിടെ ശ്രദ്ധേയമായ കാര്യം കൂടിയാണ്. പോലീസിന്റെ ക്രൂരതയെക്കുറിച്ച് പറയാതിരിക്കാനും കഴിയില്ല. ഭരണഘടനാപരമായ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന സമാധാനപരമായി സമരം ചെയ്യാനുള്ള അവകാശത്തെയാണ് പോലീസിനെ വിട്ട് തച്ചുടയ്ക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹി പോലീസിലെ കമാൻഡോകൾക്ക് പുറമെ നെയിം ടാഗോ യൂണിഫോമോ ഇല്ലാത്ത സംഘപരിവാർ വാടക ഗുണ്ടകളും മഫ്തി പോലീസും ചേർന്ന് CJP നേതാവ് അഭിജിത് ദീപ്കയുടെ മുഖത്ത് കരിയോയിലൊഴിക്കുകയും വിദ്യാർത്ഥികളെ അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. 10 വയസ്സുള്ള കുഞ്ഞിൻ്റെ കർണത്തടിക്കുക, പ്രായപൂർത്തിയാത്ത പെൺകുട്ടികളുടെ പിൻഭാഗത്തേക്ക് ലാത്തിക്കൊണ്ട് കുത്തുക, അവരുടെ പിൻഭാഗങ്ങളിൽ പിടിക്കുക, അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുക, തലമുടുക്കി കുത്തിപ്പിടിച്ച് തല്ലുക, മുഖത്തതായി ചെകിട്ട് നോക്കി അടിക്കുക തുടങ്ങിയ ഭീകരമായ ദൃശ്യങ്ങളൊക്കെയാണ് അവിടെ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വാഹനങ്ങൾ പോലീസ് തന്നെ തല്ലിപ്പൊളിച്ച് അതിൻ്റെ ഉത്തരവാദിത്തം വിദ്യാർത്ഥികളെ തല്ലിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചെങ്കിലും ക്രൂരമായ അടിച്ചമർത്തലിൽ പ്രകോപിതരായ വിദ്യാർത്ഥികൾ പ്രതിരോധിച്ചപ്പോഴും സമരം അക്രമാസക്തമാക്കുക എന്നുള്ള ലക്ഷ്യം അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. തുടക്കത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിയും ബാധിക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ നഷ്ടപരിഹാരവും മാത്രമായിരുന്നു പ്രധാന ആവശ്യമെങ്കിൽ അതിക്രമങ്ങൾ ശക്തമായതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യത്തോട് മാപ്പ് പറഞ്ഞ് രാജിവെക്കണമെന്ന ആവശ്യത്തിലേക്ക് സമരം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. പരീക്ഷാ തട്ടിപ്പിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി എക്സ്പോസിലൂടെ അറിയിച്ചെങ്കിലും കണ്ണുകെട്ടൽ വിദ്യയെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളും പ്രതിപക്ഷവും അത് തള്ളുകയും ചെയ്തു. ജനകീയ പ്രശ്നങ്ങൾക്ക് മുന്നിൽ ഒരു മന്ത്രി രാജിവെച്ചാൽ മറ്റ് പല വകുപ്പുകളിലും തുടരെ രാജ്യ ആവശ്യങ്ങൾ ഉയരുമെന്ന ഭയമാണ് കേന്ദ്ര സർക്കാരിനെ ഇത്രയും നീചമായ അടിച്ചമർത്തൽ നയത്തിലേക്ക് നയിക്കുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും സിനിമാ രംഗത്തു നിന്നും ലഭിക്കുന്ന അതിശക്തമായ പിന്തുണയും എടുത്തു പറയേണ്ട ഒന്നാണ്. ഇതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സിനിമാ നായകനുമായിരുന്ന ജോസഫ് വിജയുടെ പിന്തുണ കൂടിയാണ്. ഒപ്പം തന്നെ സിനിമാ രംഗത്ത് ലഭിക്കുന്ന പിന്തുണയും വളരെ കാര്യത്തിൽ എടുത്തു പറയേണ്ടതാണ്. മലയാള സിനിമയിലെ മുൻനിര താരങ്ങളായ ടൊവിനോ തോമസ്, ദുൽഖർ സൽമാൻ, വിസ്മയ മോഹൻലാൽ, അതുപോലെ തന്നെ രഞ്ജിനി ഹരിദാസ്, അങ്ങനെ തുടങ്ങി ഇവരെല്ലാം പ്രക്ഷോഭത്തിന്
വലിയ പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ കുട്ടികളെ അടിച്ചമർത്തുന്നത് രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെയാണ്, അവർക്ക് നീതി വേണമെന്ന് ടൊവിനോ തോമസ് തുറന്നെഴുതിയിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ടൊവിനോ തോമസിൻ്റെ വീട്ടിലേക്ക് BJP അല്ലെങ്കിൽ യുവമോർച്ച മാർച്ച് പോലും നടത്തുന്ന സാഹചര്യമുണ്ടായി. ദിവസവും 18 മുതൽ 20 മണിക്കൂർ വരെ ഇരുന്ന് കഠിനാധ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ വർഷങ്ങളുടെ അധ്വാനം പരീക്ഷാ ചോർച്ചയിലൂടെ തകർക്കപ്പെടുമ്പോൾ പോയി ഒന്നുകൂടി എഴുതുന്ന അധികാരികൾ നിസ്സാരമായി പറയുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് കലാകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തട്ടിപ്പിൽ മൂത്ത മകൻ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് രണ്ടാമത്തെ മകനെങ്കിലും രക്ഷിക്കാനായി സമരം ചെയ്യാനിറങ്ങിയ ഗുജറാത്തിൽ നിന്നുള്ള ഒരു പിതാവിൻ്റെ വേദനകൾ നമ്മൾ കണ്ടതാണ്. ആ കണ്ണീർ ഈ രാജ്യത്തിൻ്റെ മനസ്സാക്ഷിയെ ഉലയ്ക്കുന്നത് കൂടിയാണ്. ചുരുക്കത്തിൽ സമരത്തെ പിന്തുണയ്ക്കുന്ന സാംസ്കാരിക ലോകവും സാധാരണക്കാരും ഈ ജനറേഷൻസി അതായത് ജെൻസി കുട്ടികൾക്കൊപ്പവും നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയും ഉറച്ചു നിൽക്കുകയാണ്. ഈ ഭരണകൂടം എത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഈ മുന്നേറ്റം നിലയ്ക്കില്ല എന്നും നീതി ലഭിക്കുന്നതുവരെ സമരം ശക്തമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ നമ്മോട് വ്യക്തമാക്കുന്നത്. ഈ സമരസമിതിയും അത് തന്നെയാണ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. രാജ്യതലസ്ഥാനം ഇന്ന് പ്രക്ഷുബ്ധമാണ്. അവിടെ വലിയ തരത്തിലുള്ള ജനപിന്തുണയാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. കേരളത്തിൽ നിന്ന് പോലും ഭക്ഷണപ്പൊതികൾ ഓൺലൈൻ ഡെലിവറിയിലൂടെ അവിടെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ മരുന്നെത്തുകയാണ്. അവർക്കുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങൾക്കും എല്ലാ ആവശ്യങ്ങളും രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നും നാനാകോണിൽ നിന്നും എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ എത്താൻ പറ്റാത്തവർ റീൽസിലൂടെയും പോസ്റ്റിലൂടെയും തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് യങ്സ്റ്റേഴ്സിൻ്റെ യുവാക്കളുടെ പ്രതിഷേധമാണ്. അത് ഒരു ഭരണകൂടത്തിനും കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യ കാര്യമാണ്. അത് കണ്ടേ പറ്റൂ. കാരണം അവരാണ് നാളത്തെ തലമുറ. നാളെ ഞാനും നിങ്ങളുമൊക്കെ ഇരുന്ന് മരിച്ചു പോയേക്കാം. എന്നാൽ അവർ നമ്മുടെ തലമുറയാണ്. അവർക്ക് നീതി ലഭിച്ചേ മതിയാകൂ. അതുതന്നെയാണ് രാജ്യത്തെ ഓരോ ജനങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.